സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണങ്ങളെല്ലാം തള്ളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റിയത് ചെമ്പുപാളി തന്നെയെന്നാണ് ദേവസ്വം വിജിലൻസിന് അദ്ദേഹം നൽകിയ മൊഴിയിൽ ആവർത്തിക്കുന്നത്. ശബരിമല വസ്തുക്കൾ പ്രദർശനം നടത്തി പണം സമ്പാദിച്ചിട്ടില്ല. പീഠം കാണാതായതിൽ സുഹൃത്ത് വാസുദേവനെ കുറ്റപ്പെടുത്തുന്ന മൊഴിയാണ് നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 വട്ടം പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരുടെ മൊഴിയും ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. RB സനൂപ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സനൂപ്, ഇന്നലെ രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. എനിക്ക് അധികം ഒന്നും സംസാരിക്കാനില്ല, കോടതിയിൽ നിൽക്കുന്ന കേസാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അരമണിക്കൂറോളം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിരുന്നു. ആ പറഞ്ഞതെല്ലാം തന്നെയാണ് ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഒരു മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നാണോ കരുതുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ ആൻഡ് ജിൽസി. നമുക്കറിയാം, നമ്മൾ ഇത്രയും ദിവസമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയും തന്നെയായിരുന്നു. ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇന്നലെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ അപ്പാടെ നിഷേധിക്കുന്ന ഒരു നയം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചത്. ഈ തനിക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ദേവസ്വം വിജിലൻസിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉദ്യോഗസ്ഥർ കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ തന്നെ അത് ചെമ്പുപാളിയാണ്, രേഖയിലടക്കം ചെമ്പുപാളിയാണ്, തനിക്ക് അതിലൊരു വീഴ്ചയും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോരുന്നോ ബംഗളൂരിലേക്ക് കൊണ്ടുപോകരുതോ എന്നുള്ള ഒരു നിർദ്ദേശം അങ്ങനെ ആരും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് അത് ബംഗളൂരിൽ കൊണ്ടുപോയതും അതിനുശേഷം പിന്നീട് ഇത് സ്വർണ്ണ പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി. താനടക്കം 3 സ്പോൺസർമാരാണ് ഇതിൽ സ്വർണ്ണം പൂശാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അതിൽ തനിക്ക് എല്ലാവർക്കും കൂടെ 15 ലക്ഷം രൂപ ചെലവായി എന്നുള്ള കാര്യം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്. അപ്പൊ ഇതാണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ സ്വർണ്ണപ്പാളി ഉപയോഗിച്ചുകൊണ്ട് ഒരിടത്തും പണപ്പിരിവും നടത്തിയിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലും ഏർപ്പെട്ടിട്ടില്ല, താൻ പണമൊന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിനോട് ചോദിച്ചത്. വിജിലൻസ് കൃത്യമായിട്ട് ഇന്നലെ 4 മണിക്കൂർ എടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. പക്ഷേ ഈ നേരത്തെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പീഠം സംബന്ധിച്ചിട്ടുള്ള വിവാദമാണ്. പീഠം സംബന്ധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ നേരത്തെ വരെയും വാസുദേവനെ പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വിശ്വാസത്തിലാണ് വാസുദേവനെ ഈ പീഠങ്ങൾ ഏൽപ്പിച്ചത്. ആ പീഠം പക്ഷേ അദ്ദേഹം ദേവസ്വം ബോർഡിന് കൈമാറി എന്നാണ് താൻ കരുതിയിരുന്നത്. പക്ഷേ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് അത് കൈമാറിയിട്ടില്ലെന്നും അത് തന്റെ കൈവശം തിരികെ കൊണ്ട് നൽകി എന്നുള്ള വാസുദേവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴിയാണ് ദേവസ്വം വിജിലൻസിന് നൽകിയിട്ടുള്ളത്. എന്തായാലും ദേവസ്വം വിജിലൻസ് ഒരുപക്ഷെ ഇനിയും വേണ്ടി വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ 2 വട്ടം 2019-ലും 2025-ലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പപാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരെ അടക്കം മൊഴി കൂടി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ചെമ്പുപാളി എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ രേഖകളെല്ലാം തന്നെ അതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലടക്കം ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇരിക്കുന്നത്. അതിൽ ചില ഉദ്യോഗസ്ഥർക്ക് നേരത്തെ വിരമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിരമിച്ച ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ 2025-ലും ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരെയും കൂടി ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. ഒപ്പം ഈ വാസുദേവൻ, അതേപോലെ തന്നെ അന്ന് സ്പോൺസർമാരായിരുന്ന അനന്ത സുബ്രഹ്മണ്യം, രമേശ് തുടങ്ങിയവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ദേവസ്വം വിജിലൻസ് ഇരിക്കുന്നത്.